ഹലോ ഡിയേഴ്സ്, ഇത് നിങ്ങളുടെ കൂട്ടുകാരി പോസിറ്റീവ് റേഡിയോയുടെ ആദ്യത്തെ എപ്പിസോഡാണ് ഇത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറോ ഒന്നുമല്ല. എനിക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് പറയാം. ഞാൻ അതിനൊക്കെ നമ്മുടെ പോസിറ്റീവ് റേഡിയോയിലൂടെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്ന് പോസിറ്റീവ് റേഡിയോ നിങ്ങൾ കേൾക്കുന്ന വഴി ഈ ആവശ്യമില്ലാതെ വിഷമിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടി വലിയ വലിയ പ്രോബ്ലംസ് ആക്കി മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ പല മോട്ടിവേഷൻ വീഡിയോസോ ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഇനി മുതൽ അങ്ങ് നന്നായേക്കാം, ഇനി മുതൽ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞ് 1-2 ദിവസത്തേനൊക്കെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ എല്ലാം പഴയപടിയാവും. എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ മൈൻഡിനുണ്ടല്ലോ പെട്ടെന്നൊന്നും അങ്ങനെ മാറ്റാൻ പറ്റത്തില്ലെന്നേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കുക തന്നെ വേണം. ഞാൻ ഒരു കൂട്ടുകാരിയായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും. നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ നെഗറ്റിവിറ്റി ഉണ്ടല്ലോ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി പോസിറ്റീവായിട്ട് ചിന്തിച്ച് ലൈഫിൽ കൂടുതൽ സമയം ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കത്തുള്ളൂ. മുഴുവൻ സമയവും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല, എന്നാൽ കൂടുതൽ സമയവും നമ്മൾ വിചാരിച്ചാൽ സാധിക്കുമെന്നേ. നമുക്ക് ഈ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എന്തുണ്ട് എന്ന് നമ്മളങ്ങ് ചിന്തിച്ച് തുടങ്ങിയാൽ മതി മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മളെല്ലാവരും എന്തില്ല എന്നാ കൂടുതലും ചിന്തിക്കുന്നത്. അതാന്നേ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് മുതൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ വിഷമം വരുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ആലോചിക്കണം, ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? ആരോഗ്യത്തോടു കൂടി എനിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യം. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പഠിക്കണം. എന്തില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇനി മുതൽ നിങ്ങൾ എന്തുണ്ട് എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് ഒട്ടുമിക്ക പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറുമെന്നേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെയും അതിൽ നമ്മൾ സന്തോഷിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കത്തില്ല, പല ആളുകൾക്കും ഇല്ലാത്തത് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്നത് എന്താ? എന്റെ ഫ്രണ്ടിന് കാറുണ്ട്, അവരുടെ ലൈഫ് ഹാപ്പിയാണ്, അതുപോലെ എനിക്കില്ല. അങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്നത്. ഒരു ബെഡിൽ കിടന്നു പോകുന്ന ഒരു വ്യക്തി അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? എനിക്കൊന്ന് എഴുന്നേറ്റ് നടന്നാൽ മതി എന്നുള്ളതാ. അവരുടെയൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്കുണ്ടെന്നേ. എന്നിട്ടും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അതിന്റെ ആ ഒരു മഹത്വം, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഭാഗ്യം നമുക്ക് മനസ്സിലാവുന്നില്ല. ചെറിയ കാര്യമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്. ഒരു വ്യക്തി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അവർക്ക് 2 പെൺകുട്ടി ആയതുകൊണ്ട് അവര് ലൈഫിൽ ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്. അവര് ശരിക്കും ആരോഗ്യമുള്ള വ്യക്തിയാണ്. 2 പെൺകുട്ടികൾ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു വ്യക്തികളിൽ ഒരാൾ തന്നെയാണ്. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. ഈ ലോകത്ത് എത്രയധികം ആളുകൾക്കാണ് കുട്ടികൾ ഇല്ലാത്തവരല്ലേ? അവരുടെ ആഗ്രഹം എന്താണ്? ഒരു കുട്ടി ഉണ്ടായാൽ മതി എന്നുള്ളതാണ് അവരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം. അവർക്ക് എന്തില്ല എന്ന് ചിന്തിച്ച് അവർ വിഷമിക്കുകയാണ്. ഒരുപാട് പേർക്ക് ഇല്ലാത്തത് നമുക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞേ പറ്റൂ. എന്നിട്ട് നമുക്ക് ഇല്ലാത്തതിന്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാതെ നമുക്കുള്ളതിലും വിഷമിച്ച് നമുക്കില്ലാത്തതിന്റെ പുറകെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ എത്തത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി മുതലെങ്കിലും നമുക്കുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടും 100% ഹാപ്പി ആയിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് റേഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തണം. എന്നാൽ ഒരു 10 പേര് മാത്രമാണ് പോസിറ്റീവ് റേഡിയോ കേട്ടത്. ആ 10 പേരും ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ 100% ഞാനും ഹാപ്പി തന്നെയാണ്. നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലും ഉണ്ടല്ലോ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കും മൈ ഡിയർ ഫ്രണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ അതിനായിട്ടൊന്ന് ട്രൈ ചെയ്തോ. എല്ലാ ദിവസവും പോസിറ്റീവ് റേഡിയോയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്ന വഴി പതുക്കെ നമുക്ക് ആ നെഗറ്റീവിനെയൊക്കെ അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതിന് റെഡിയല്ലേ? അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തുടരെയുള്ള എപ്പിസോഡുകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ടേക്ക് കെയർ ഡിയേഴ്സ്, ബൈ.